Good morning, students. Welcome to my class. Today we are going to study local variable and global variable in Python. So, what is a variable? A variable defined inside a function. First of all, variable means it can take different values. That is called a variable. So, a variable defined inside a function is known as local variable. It is not available outside the function. The same variables can be used in different functions for a different purpose. But if we want a variable defined in one function, can be made available in other function. അതായത് ഒരു ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്ത വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഫംഗ്ഷന് പുറത്ത് ആ വേരിയബിൾ അവൈലബിൾ അല്ല. ഒരു ഫംഗ്ഷനുള്ളിൽ യൂസ് ചെയ്ത വേരിയബിൾസ് വേറെ ഫംഗ്ഷൻസിലും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എ വേരിയബിൾ ഡിഫൈൻഡ് ഇൻ വൺ ഫംഗ്ഷൻ ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഇൻ അനദർ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ ഉള്ള വേരിയബിളിനെ വേറൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഇൻ സച്ച് എ കേസ് ദാറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് ഗ്ലോബൽ വേരിയബിൾ. ആ കേസിലാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഇൻസ്ട്രക്ഷൻ ഗ്ലോബൽ. ഇൻസ്ട്രക്ഷൻ ഗ്ലോബൽ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോബൽ ആക്കണം, ഒരു വേരിയബിളിനെ ഗ്ലോബൽ ആക്കണമെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്ലോബൽ ഇവിടെ ഈ പ്രോഗ്രാമിൽ ഡെഫ് റീഡ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ടി യു ജി എന്ന് പറയുന്ന 3 വേരിയബിൾസിന് ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ജിയുടെ വാല്യൂ അസൈൻ ചെയ്യുന്നു. യുടെയും ടിയുടെയും വാല്യൂ ഇൻപുട്ട് ചെയ്യിപ്പിക്കുന്നു. വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് വിയുടെ വാല്യൂ ഫംഗ്ഷൻ്റെ ഫോം ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. മൂന്നാമതായി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ ഫംഗ്ഷൻ ഫോം ഡിഫൈൻ ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു, ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇനി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. റീഡ്. അപ്പോൾ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ വിളിക്കുന്നു. അപ്പോൾ റീഡിനുള്ളിൽ ഒരു വാല്യൂ കൊടുക്കാത്തതിന് കാരണം ഇവിടെ നമ്മൾ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് യൂസറിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ടാണ് റീഡിൻ്റെ ബ്രാക്കറ്റിലൊന്നും ഇടാത്തത്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് വെലോസിറ്റിയും പൊസിഷനും പ്രിൻ്റ് ചെയ്യുന്നു. So in this program, the input instructions are in the function named read. The values of u and t are generated as global. So it is available for calculations in all other parts of the program. അപ്പോൾ ഈ പ്രോഗ്രാമിൽ the input instructions are in the function named read. അപ്പോൾ read എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിലാണ് ആ യുവും ടിയും ജിയൊക്കെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേറെ പ്രോഗ്രാമിൻ്റെ വേറെ ഭാഗത്തുള്ള കാൽക്കുലേഷൻസ് നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഫോർമാറ്റഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അടുത്തൊരു ടോപ്പിക്കാണിത്. ചില സമയങ്ങളിൽ നമ്മൾ ദ ഔട്ട്പുട്ട് ഒബ്ടൈൻഡ് ബൈ ദ സിമ്പിൾ പ്രിൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ഡിസ്പ്ലേ. നമ്മൾക്ക് കാണേണ്ട രീതിയിൽ കാണാൻ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാതെ വരും സിമ്പിൾ പ്രിൻ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ട്. സോ ദർ ആർ സം സ്പെഷ്യൽ മെത്തേഡ്സ് ടു കസ്റ്റമൈസ് ദ വ്യൂ അക്കോർഡിംഗ് ടു അവർ ഡിസൈർ. പ്രത്യേക മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കാണാൻ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കാണാൻ സാധിക്കും. ഫോർ ദാറ്റ് വി ക്യാൻ ഇൻകോർപ്പറേറ്റ് ദ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പെർസെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് ഫോർമാറ്റ് സ്ട്രിങ്. അതിനുവേണ്ടി നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ പെർസെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം, ഫോർമാറ്റ് സ്ട്രിങ് ഉപയോഗിക്കണം. ദ ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ് സ്ട്രിങ് ആർ ദ ഫോളോയിങ്. എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമാറ്റ് സ്ട്രിങ് ഡി എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻറ്റിജർ
ഡാറ്റ ടൈപ്പിനെ ഫോർമാറ്റ് ചെയ്യാനാണ് ഡി ഉപയോഗിക്കുന്നത്, %d ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ %3d. അപ്പോൾ ഈ %3d ഉദാഹരണം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറിനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്, പക്ഷേ 3 സ്പേസ് അതിന് റിസർവ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലോട്ട് എഫ് ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സിനാണ്. ഉദാഹരണത്തിന് 7.3f എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് നമ്പറിന് 7 സ്പേസ് അലോട്ട് ചെയ്യുന്നു. അതിൽ 3 പ്ലേസസ് ഡെസിമലിന് വേണ്ടി അലോട്ട് ചെയ്യുന്നു. എസ് ഉപയോഗിക്കുന്നത് സ്ട്രിങ്ങിന് വേണ്ടിയാണ്. ഉദാഹരണം %30s. ഇവിടെ സ്ട്രിങ്ങിന് വേണ്ടി 30 സ്പേസ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇ ഉപയോഗിക്കുന്നത് എക്സ്പൊണൻഷ്യൽ നമ്പേഴ്സിനാണ്. 6.2e print as a floating point exponential. The Mantis part will be float. 6 spaces including 2 decimals will be reserved. 6 സ്പേസ് ഉണ്ടാകും, അതിൽ 2 പോയിന്റ് ഡെസിമൽ പ്ലേസ് ആണ്. എക്സ്പൊണൻഷ്യൽ പാർട്ട് വിൽ ഓൾസോ ബി ഇൻറ്റിജർ, അതും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നത് ഇതാണ്. Normally the number will be with the right justification. So a positive number as the width will justify the numerical value to the right. Normally സാധാരണഗതിയിൽ the number will be with the right justification. അപ്പോൾ a positive number as the width will justify the numerical value to the right. ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ ആസ് ദ വിഡ്ത്ത് വിൽ ജസ്റ്റിഫൈ ദ ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ വാല്യൂക്ക് അനുസരിച്ച് റൈറ്റിലേക്ക് അതിൻ്റെ സ്ഥാനം ഉണ്ടാവും. എ നെഗറ്റീവ് നമ്പർ ആസ് വിഡ്ത്ത് സ്റ്റാൻഡ്സ് ഫോർ എ ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ന്യൂമറൽ. %3d സ്റ്റാൻഡ്സ് ഫോർ ദ റൈറ്റ് ജസ്റ്റിഫൈഡ് ഇൻറ്റിജർ ഓഫ് വിഡ്ത്ത് 3. ഇവിടെ %3d സ്റ്റാൻഡ്സ് ഫോർ ലെഫ്റ്റ് -3d. %3d എന്ന് പറയുന്നത് റൈറ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കും, വിഡ്ത്ത് 3 ആയിരിക്കും. അതേസമയം %-3d എന്ന് പറയുന്നത് ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കും, അതിന് വിഡ്ത്ത് 3 ആയിരിക്കും. ഇൻ കേസ് ഓഫ് സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നമ്പേഴ്സ് ആസ് വിഡ്ത്ത് ക്യാൻ ബി യൂസ് ടു മേക്ക് ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ഫോർ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ. സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നമ്പേഴ്സ് ആസ് വിഡ്ത്ത് ക്യാൻ ബി യൂസ് ടു മേക്ക് ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ, നെഗറ്റീവ് നമ്പേഴ്സ് ഫോർ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ. The data along with the formatted print statement must be a tuple. Formatted print കൂടെയുള്ള എന്താണ് the data with the formatted print statement must be a tuple. അപ്പോൾ tuple എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇത്. The number of format strings must match in number with the elements in the tuple. അപ്പോൾ ഒരു ടപ്പിളിലെ എലമെൻസിന് തുല്യമായിരിക്കണം ആ ഫോമാറ്റ് സ്ട്രിങ്സിലെ നമ്പർ. So we will see some examples. So here x is equal to 12.8, y is equal to 12.1. Print the answer is %7.2f %x. ഇവിടെ നോക്കിയേ എക്സിനെ പ്രിൻ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എക്സിനെ പ്രിൻ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻ്റ് എക്സ്, ദ ആൻസർ ഈസ് 4 രീതിയിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഒന്നാമത് ജസ്റ്റ് പ്രിൻ്റ് എക്സ് മാത്രം, ബ്രാക്കറ്റ് വിട്ടുപോയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ദ ആൻസർ ഈസ് %7.2f %x. എക്സിനെ ഫോർമാറ്റ് ചെയ്ത് ഇവിടെ ആദ്യത്തേത് ഫോർമാറ്റ് ചെയ്യാതെ പ്രിൻ്റ് ചെയ്യാനാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 7 ഡിജിറ്റിൽ 2 ഡിജിറ്റ് ഡെസിമലാണ്. മൂന്നാമതായിട്ട് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഡെസിമൽ നമ്പർ, അതായത് ഒരു ഇൻറ്റിജർ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാനാണ്. 7 പ്ലേസസ് അലോട്ട് ചെയ്യും, അതിൽ ഇൻറ്റിജർ പാർട്ട് ഡെസിമൽ പാർട്ട് ഉണ്ടാവില്ല. നാലാമതായി പ്രിൻ്റ് ചെയ്യുന്നത് സം ഓഫ് %8.2 and %8.2 will be %9.3 %xy, x plus y. ഇവിടെ നോക്കിയാൽ ഈ %ൻ്റെ കൂടെ ആദ്യം വരുന്നത് എന്താണ്? എക്സ്. അപ്പോൾ എക്സ് ഇവിടെ വരും, പ്രിൻ്റ് ചെയ്യും. y രണ്ടാമത് % വന്നു, അത് പ്രിൻ്റ് ചെയ്യും. വിൽ ബി %9.3യിൽ വന്നത് x plus y ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഒന്നാമത്തെ ഔട്ട്പുട്ട് 12.8 ആണ്. പ്രിൻ്റ് എക്സ് വെറും അൺഫോർമാറ്റഡ് പ്രിൻറ്റിംഗ് ആണ്. രണ്ടാമത്തെ ആൻസർ 7.2f ആണ്.
ഇവിടെ 7ൽ 2 ഡെസിമൽ പോയിന്റ് ആണ്. മൂന്നാമത്തേത് %7D ആണ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻറ്റിജർ നമ്പർ ആയിട്ട് തരും. അപ്പോൾ അത് ഇൻറ്റിജർ 12 മാത്രമേ വരുള്ളൂ, ഡെസിമൽ പാർട്ട് വരില്ല. നാലാമത്തേത് ഈ ആഡ് ചെയ്ത് എക്സും വൈയും x+y കൂടെ പ്രിന്റ് ചെയ്യാനാണ്. എക്സും വൈയും ദ സം ഓഫ് 12.80 ആൻഡ് 2.10 വിൽ ബി 14.900. അത് എത്ര സ്പേസ് ആണ്? 9 സ്പേസിൽ 3 ഡെസിമൽ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫോർമാറ്റഡ് പ്രിന്റിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രിന്റിംഗ് മെട്രിക്സ് ടേബിൾ അതൊക്കെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാവും. രണ്ടാമത്തേത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പൈത്തൺ പ്രോഗ്രാമിൽ ഫുട് നോട്ടും കമൻറ്റുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വി ക്യാൻ റൈറ്റ് അവർ ഫുട് നോട്ട്സ് ആൻഡ് കമൻറ്റ്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. എനി ലൈൻ സ്റ്റാർട്ടിംഗ് വിത്ത് പേഴ്സൺ വിൽ കം ഇൻ ദ കാറ്റഗറി. നമുക്ക് കമൻറ്റുകളോ ഫുട് നോട്ടുകളോ ഒക്കെ എഴുതണമെങ്കിൽ ഹാഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കാൻ പറ്റും. ഹാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ കമൻ്റായിട്ട് ഫുട് നോട്ടായിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പോൾ ഹാഷ് നോക്കിയാൽ ദിസ് ഇസ് എ പ്രോഗ്രാം ഫോർ ബൈസെക്ഷൻ മെത്തേഡ്, ഹാഷ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം, ഹാഷ് ദിസ് ഇസ് ടു ബി പ്രിൻറ്റഡ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യില്ല, മറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള കമൻറ്റുകളാണ്. അടുത്ത ഒരു ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്പാണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ്, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്, സ്ട്രിങ്സ്, ക്യാരക്ടേഴ്സ് ഒക്കെ ഓരോ ഡാറ്റ ടൈപ്പ് ആയതുപോലെ ലിസ്റ്റും ഒരു ഡാറ്റ ടൈപ്പാണ്. ലിസ്റ്റിനെ ആദ്യമായി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, പെയർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്, സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ്. ഓരോ എലമെൻറ്റ്, ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കോമേഴ്സ് ഉപയോഗിക്കണം. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് ഏത് ടൈപ്പ് വേണമെങ്കിൽ ആകാം. കോമ്പൗണ്ട് ആണ്, അതായത് ഡെസിമൽ നമ്പർ ആകാം, ഇൻറ്റിജർ നമ്പർ ആവാം, ഫ്ലോട്ടിംഗ് നമ്പർ ആകാം, അതുപോലെ തന്നെ സ്ട്രിങ് ആകാം, ക്യാരക്ടേഴ്സ് ആകാം. അപ്പോൾ ഒരു ലിസ്റ്റിന് ഒരു പേര് കൊടുക്കണം. അതിപ്പോൾ ഒരു പേര് A = ലിസ്റ്റ് 2814.35 തോമസ്. ഇവിടെ 4 ടൈപ്പ് ഡാറ്റ ടൈപ്പ്. ഒന്ന് സ്ട്രിങ് ഉണ്ട്, ഫ്ലോട്ടിംഗ് നമ്പർ ഉണ്ട്, ഇൻറ്റിജർ നമ്പറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലിസ്റ്റ് ഈസ് മ്യൂട്ടബിൾ. That means we can change the order of elements and add in new elements and remove the existing element. This property is called mutability. What is mutability? That means we can change the order of elements in a list, we can add new elements, and we can replace interchange elements using some instructions. That is called a list. Therefore list is called a mutable. A list is mutable where a string is immutable. The variable name corresponding to each element in the list is A0. So index, അതായത് ഒരു ലിസ്റ്റിൻ്റെ പേര് ഇൻഡെക്സും ഉപയോഗിച്ച് നമുക്ക് ആ ലിസ്റ്റിൻ്റെ എലമെൻറ്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കാം ലിസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ A എന്ന് പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. A 3284, തോമസ് 81.43. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് A ആദ്യം പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. പ്രിൻ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? A പ്രിൻ്റ് ചെയ്താൽ ലിസ്റ്റിൽ അതുപോലെ പ്രിൻ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് പ്രിൻ്റ് റോൾ നമ്പർ A0 എന്ന് പറയുന്നത് ഒന്നാമത്തെ എലമെൻ്റ് ആണ്. A1 നെയിം ഒന്നാമത്തെ എലമെൻ്റ് ആണ്. പ്രിൻ്റ് മാർക്ക് %6.2F A2 മൂന്നാമത്തെ എലമെൻ്റ് ആണ്. See how the elements can be changed. ഇപ്പം നമുക്ക് എലമെൻറ്റിനെ മാറ്റണമെങ്കിൽ A2, അപ്പോൾ %81.43 പകരം 73.5 ആക്കണമെങ്കിൽ A2 = 73.5 എന്ന് ആക്കിയാൽ മതി. പ്രിൻ്റ് ന്യൂ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മാർക്ക് ലിസ്റ്റ് A2 പ്രിൻ്റ് മാർക്ക് %6.2F, അത് ഫോർമാറ്റഡ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണ് %A2. അപ്പം മൂന്നാമത്തെ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യും. ഔട്ട്പുട്ട് നോക്കാം. ആദ്യം ഒന്നാമത്തെ മാർക്ക് പ്രിൻ്റ് ചെയ്യും. പിന്നെ മാർക്ക് മാറ്റിയതിന് ശേഷമുള്ള മാർക്കാണ് ന്യൂ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് 73.50. അപ്പം ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. അപ്പോൾ ലിസ്റ്റിൻ്റെ ഒരു എലമെൻറ്റിനെ മാറ്റാൻ പറ്റും, ആ ലിസ്റ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലിസ്റ്റ് മ്യൂട്ടബിൾ എന്ന് പറയാൻ കാരണം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇൻ എ ലിസ്റ്റ് ദ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് is 0. The statement B = A will not make a new list named B. Instead of physically copying it will connect B with A as a reference. That means when we change A, B also will change. അതായത് ഒരു ലിസ്റ്റിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റിന് A എന്ന് പറഞ്ഞ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് B = A എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആകില്ല. B എന്ന് പറയുന്ന ലിസ്റ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ആകില്ല. മറിച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കലി കോപ്പിയിങ്, ഇറ്റ് വിൽ കണക്ട് B with A as a reference.
അതായത് ബി എന്ന് പറയുന്നതിന് എയുടെ റെഫറൻസ് ആയിട്ട് കണക്റ്റ് ആവും. അതായത് അതിൻ്റെ അർത്ഥം വെച്ചാൽ വെൻ വി ചേഞ്ച് എ, ബി ഓൾസോ വിൽ ചേഞ്ച്. അതായത് എ എന്ന് പറയുന്ന ലിസ്റ്റിലെ എലമെൻറ്റ്സ് നമ്മൾ മാറ്റുകയാണെങ്കിൽ ബിയിലെ എലമെൻറ്റ്സ് മാറും. ബി ലിസ്റ്റ് ക്രിയേറ്റ് ആയില്ല, പക്ഷെ ബി റെഫർ ചെയ്യുന്നത് കൊണ്ട്, ബി എന്ന് പറയുന്നത് എനെ റെഫർ ചെയ്യുന്നതുകൊണ്ട് അത് മാറും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, എ ഈസ് എ ലിസ്റ്റ് ഹാവിങ് ഓൺലി വൺ എലമെൻറ്റ്. അവിടെ എ ലെൻ ഓഫ് എ എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിൻ്റെ ലെങ്ത്, നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇനി ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എ ഡോട്ട് അപ്പൻഡ്, അതായത് ലിസ്റ്റിൻ്റെ പേരിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്താൽ എന്ത് ചെയ്യും, ആ ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റ് ആഡ് ആവും. ഇനി എ ഡോട്ട് ഇൻസേർട്ട് വൺ ആൻ്റണി ടു ഇൻസേർട്ട് എ ന്യൂ എലമെൻറ്റ് അറ്റ് എ സെക്കൻഡ് പൊസിഷൻ. ഒന്നാമത്തെ പൊസിഷൻ, അതായത് ഇൻസേർട്ട് 1, അപ്പോൾ 0 1, രണ്ടാമത്തെ പൊസിഷനിൽ ആൻ്റണി ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പ്രിൻറ്റ് എ കൊടുത്താൽ എന്താ വരും നോക്കാം. ബി ഈക്വൽ ടു എ, പ്രിൻറ്റ് ബി. ഇപ്പോൾ എ ഈക്വൽ ടു 1 ഈക്വൽ ടു എ ഓഫ് 1 ഈക്വൽ ടു തോമസ്. ഞാൻ എ എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് ഒരു കറക്ഷൻ ചെയ്തു, എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ബി കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കും നോക്കാം. ഒന്നാമത്തെ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ നോക്കാം, പ്രിൻറ്റ് എ, പ്രിൻറ്റ് len of a. Len of a means number of elements in the list A. That is, only one element is there, therefore answer is 1. Second is print A. Print A means it will print the list as it is. Then print B, it will print the list as it is because A, B is equal to A. Then print A of 1 is Thomas. So instead of Anthony, Thomas will come. That is the corrected list. Now, what are the functions related to the list? If I want to remove an item, the first item from the list whose value is x, then you have to say list dot remove x. So ഒരു ലിസ്റ്റിലെ എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ഡോട്ട് റിമൂവ് എക്സ് കൊടുത്താൽ മതി. അതുപോലെ റിട്ടേൺ ദ നമ്പർ ഓഫ് ടൈംസ് എക്സ് അപ്പിയേഴ്സ് ഇൻ ദ ലിസ്റ്റ്. ഒരു എലമെൻറ്റ് എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ലിസ്റ്റ് ഡോട്ട് കൗണ്ട് എക്സ്. ലിസ്റ്റ് ഡോട്ട് സോർട്ട് എക്സ് എന്ന് പറയുന്നത് എന്തിനാണ്, ആ ലിസ്റ്റിലുള്ള ഐറ്റംസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിസ്റ്റ് ഡോട്ട് ഇൻഡെക്സ് എക്സ് എന്തിനാണ്, ലിസ്റ്റ് റിട്ടേൺ ദ ഇൻഡെക്സ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് ഐറ്റം ഹൂസ് വാല്യൂസ് എക്സ്. അതായത് ആ എക്സ് എന്ന് പറയുന്ന ആ ഐറ്റത്തിൻ്റെ ഏത് പൊസിഷനിലാണുള്ളത് എന്നുള്ളത് ആ ഇൻഡെക്സ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഒരു എലമെൻറ്റ്, ഒരു ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ഡോട്ട് റിവേഴ്സ്. ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് എക്സ് എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റിനെ അപ്പൻഡ് ചെയ്യണമെങ്കിൽ. ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് ഐ എക്സ്, ഇൻസേർട്ട് ആൻ ഐറ്റം അറ്റ് എ ഗിവൺ പൊസിഷൻ. അതായത് ഐ എന്ന് പറയുന്ന എലമെൻറ്റ്, ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ എലമെൻറ്റ് ബിഫോർ എക്സ് ഇസ് ടു ബി ഇൻസേർട്ടഡ്. ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിൽ എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ ഇൻസേർട്ട് ചെയ്യണം. ലെൻ ഓഫ് എ എന്ന് വെച്ചാൽ ഒരു എ എന്ന് പറയുന്ന ലിസ്റ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. സം ഓഫ് എ എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് എ ആൻഡ് വിത്ത് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ എക്സ്. സം ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് എ. എ എന്ന് പറയുന്ന ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുക ആൻഡ് വിത്ത് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ എക്സ്. എക്സിലേക്ക് സ്റ്റോർ ചെയ്യുക. സം എലമെൻറ്റ്സ് എയിലെ ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സിനും ആഡ് ചെയ്യുക. എക്സ് ഇൻ എ, ഇതൊരു ചെക്ക് ചെയ്യാനാണ്. എക്സ് ലിസ്റ്റ് എ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ എക്സ് ഉണ്ടോ ഇല്ലേ, അത് റിട്ടേൺസ് ട്രൂ ഓർ ഫാൾസ് വരും. ഇതൊരു ലോജിക്കൽ ഓപ്പറേഷനാണ്. എക്സ് നോട്ട് ഇൻ എ, എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ട്രൂ ആവും. മിൻ എ, ഇഫ് എ റെപ്രസെൻറ്റ്സ് എ ലിസ്റ്റ് ദ ഫംഗ്ഷൻ വിൽ റിട്ടേൺ ദ എലമെൻറ്റ് ഓഫ് ദ ലോവസ്റ്റ് വാല്യൂ. എ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. അതേപോലെ ഇതും എന്താണ്, ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഡെൽ ഓഫ് എ വൈ, ഡിലീറ്റ് ഓൾ ഓർ സം ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് എ ഡോട്ട് എ. അതായത് എല്ലാ എലമെൻറ്റ്സിനും അല്ലെങ്കിൽ ചില എലമെൻറ്റ്സിനും നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എക്സ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് ദ എലമെൻറ്റ് ടു റിമൂവ് ആൻഡ് വൈ ഇസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടു റിമൂവ്. എക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ്, ഏത് എലമെൻറ്റിന് ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റ് ഇൻഡെക്സ് ആണ്. വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടു, എത്ര എലമെൻറ്റിന് ഡിലീറ്റ് ചെയ്യണം. ഡെൽ എ 0, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. ഡെൽ 2 ഈസ് ടു 4, റിമൂവ് 4 എലമെൻറ്റ് സ്റ്റാർട്ടിങ് ഫ്രം എക്സ്, ഇൻഡെക്സ് 2. ഇൻഡെക്സ് 2ൽ നിന്ന് 4 എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യും. എ കോളൻ ഇട്ട് കഴിഞ്ഞാൽ ടു റിമൂവ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ്, ടു മേക്ക് ഇറ്റ് എംറ്റി, ലിസ്റ്റ് എംറ്റി ആവും. സം എ എക്സ്, സം ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് എ വിത്ത് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ എക്സ്. ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ, ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സിനെയും ആഡ് ചെയ്യുക വിത്ത് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ എക്സ്.
ഇനി എ പ്ലസ് ബി രണ്ട് ലിസ്റ്റിനെ ആഡ് ചെയ്യാനാണ്. എ ഇൻറ്റു എക്സ് മേക്ക് ന്യൂ ലിസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് എക്സ് ടൈംസ് ബൈ ദ കൺകാറ്റിനേഷൻ. അപ്പോൾ ഒരു ലിസ്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം എക്സ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അവസാനിച്ചു. താങ്ക് യു.